ഒറ്റയ്ക്കായിരുന്നു. വെള്ളം എടുത്ത് കൊടുക്കാൻ പോലും ആരുമില്ല. ഒരു വലിയൊരു പ്രൊസീജിയർ തന്നെയാണ് ചെയ്ത് തന്നിട്ട് പോലും ഒന്ന് അടുത്തൊരാൾ എപ്പോഴും വേണ്ടതാണ് ഈ പ്രൊസീജിയറായിട്ട്. എത്ര പേര് ജോലി പോയി. അപ്പം ഞങ്ങളൊന്ന് അവരായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് നമ്മളൊന്ന് കയറ്റി വിട്ടിരുന്നെങ്കിൽ ഇപ്പം രക്ഷപ്പെടുമായിരുന്നു. ഇപ്പം ഒരു കുടുംബം തകർന്നില്ലേ. അപ്പം നമ്മളൊന്ന് പോയി നോക്കാനും കൂടെ എന്തെങ്കിലും വെച്ച് കൊടുക്കാനാണ് ഞാൻ ഇവിടെ പോകാൻ വേണ്ടി നിന്നത്. അപ്പം ഇപ്പം എന്തായി ഇപ്പോൾ ഈ സത്യം ഇതിന് കാരണം എയർ ഇന്ത്യ നല്ലത് എങ്ങനെ പറയാൻ പറ്റും. ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ മര്യാദയ്ക്ക് ഞാൻ പോയേനെ. ഈ വീട് ഒരു 2 ഹൗസാണ്, വാടക വീടാണ്. അതുപോലെ മക്കൾ 2 പേരും സ്കൂളിൽ പോകുന്നു. 3 വയസ്സും 5 വയസ്സും പ്രായമുള്ള 2 മക്കളാണ്. അപ്പം ഇത് ഈ ചിലവുകളും കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ ആ ഒരാളെ പെട്ടെന്ന് പോകുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഈ മരണമൊക്കെ ഒന്ന് തടയായിരുന്നു ഞാനവിടെ പോയിരുന്നെങ്കിൽ. ഒന്നുമില്ല, അന്നേരം ചെസ്റ്റ് പെയിൻ വന്നപ്പം ഒന്ന് ഹോസ്പിറ്റലൊന്നും അടുത്ത് പെട്ടെന്ന് കൊണ്ടുപോകാനോ ഒരാളുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഈ പുറത്തു നിന്നാണല്ലോ മരണം സംഭവിച്ചത്. അത് ഇപ്പൊ എങ്ങനെയായിരുന്നു അത് നടന്നതെന്ന് പറയാമോ? ഇത് 7-ാം തീയതി ഹസ്ബൻഡിന് ഒരു ചെസ്റ്റ് പെയിൻ, വെളുപ്പിൽ ഒരു ചെസ്റ്റ് പെയിൻ വന്ന് ഒറ്റയ്ക്കായിരുന്നു. അപ്പം 3 മണിയൊക്കെ ആയപ്പം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്താൽ ഇങ്ങനെ പോകുന്നത്. ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെയ്തത്. അപ്പം ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ അവിടുത്തെ ഒരു ഡോക്ടറിനെ വിളിച്ചായിരുന്നു. ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ മേജർ ഹാർട്ട് അറ്റാക്കാണ് ഹസ്ബൻഡിന്, ഒരു ആൻജിയോഗ്രാം ചെയ്യും, അപ്പോൾ ഒന്ന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ പ്ലാസ്റ്റ് ചെയ്യണം. ഞാൻ ചോദിച്ചത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പറഞ്ഞു ഇല്ല, ഭയങ്കര റിസ്ക്കാണ്, ഇപ്പോൾ തന്നെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ അപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. പിന്നെ ഒരു ദിവസം ഒബ്സർവേഷനിലായിരുന്നു. അപ്പം ഒബ്സർവേഷനിലായിരുന്ന സമയം എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അന്ന് തന്നെ ടിക്കറ്റ് നോക്കി 7-ാം തീയതിക്ക് ഫ്ലൈറ്റ്. അപ്പം അന്ന് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അപ്പം അടുത്ത ദിവസം 8-ാം തീയതി രാവിലെ എയർ ഇന്ത്യയിൽ മസ്കറിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യും. അന്ന് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴേ നമ്മൾ അവിടെ എത്തുമ്പോൾ ഇതുപോലെ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുമെന്ന് നമുക്ക് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അത് ക്യാൻസൽ ചെയ്തത്. പിന്നെ അന്ന് ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് എൻ്റെ ടിക്കറ്റ് മേടിക്കുമായിരുന്നു. പിറ്റേ ദിവസം അതായത് 9-ാം തീയതി ഇതുപോലെ അന്ന് അവിടെ എത്തുമ്പോഴേ അറിയുന്നത് എനിക്ക് അന്നും ക്യാൻസൽ ആവുന്നു. പിന്നെ അടുത്ത 3 ദിവസത്തേക്ക് എനിക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. കണക്ഷൻ ഫ്ലൈറ്റിൽ പോലും ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് ഒറ്റയ്ക്കായിരുന്നു അവിടെ. 10-ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് ഒറ്റയ്ക്ക് വീട്ടിൽ പോകുന്നു. ഒന്നും പോസ്റ്റ് കെയർ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ഒറ്റയ്ക്കായിരുന്നു. വെള്ളം എടുത്ത് കൊടുക്കാൻ പോലും ആരുമില്ല. ഒരു വലിയൊരു പ്രൊസീജിയർ തന്നെയാണ് ചെയ്ത് തന്നിട്ട് പോലും ഒന്ന് അടുത്തൊരാൾ എപ്പോഴും വേണ്ടതാണ് ഈ പ്രൊസീജിയറായിട്ട്. അപ്പം അടുത്താരും ഇല്ലായിരുന്നു. ഒരു കെയർ കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 13-ാം തീയതി വെളുപ്പിൽ 5-നും 6-നും ഇടയ്ക്ക് മരണം സംഭവിച്ചത്, ഹാർട്ട് അറ്റാക്ക്. എത്ര ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു? അഡ്മിറ്റ് ആയത് 7-ാം തീയതി അഡ്മിറ്റായി, 10-ാം തീയതി ഡിസ്ചാർജ് ആവുകയും ചെയ്തു. നേരെ റൂമിലോട്ട് പോവുകയാണ് ചെയ്തത്? നേരെ റൂമിലോട്ടാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് 9-ാം തീയതി അല്ല 8-ാം തീയതി ആയിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് എയർ ഇന്ത്യയിൽ. അതെ. അപ്പോൾ 8-ാം തീയതി പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പുള്ളിക്ക് ഒരു കെയർ കൊടുക്കാൻ പറ്റുമായിരുന്നു നിങ്ങൾ ഇവിടെ നിന്ന് പോയിരുന്നെങ്കിൽ. തീർച്ചയായും നമ്മൾ ഇങ്ങനെ സാഹചര്യം ഒരാളാണ് അത്യാവശ്യം. ഈ മരണമൊക്കെ ഒന്ന് തടയായിരുന്നു ഞാനവിടെ പോയിരുന്നെങ്കിൽ. ഒന്നുമില്ല, അന്നേരം ചെസ്റ്റ് പെയിൻ വന്നപ്പം ഒന്ന് ഹോസ്പിറ്റലൊന്നും അടുത്ത് പെട്ടെന്ന് കൊണ്ടുപോകാനോ ഒരാളുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഈ എയർ ഇന്ത്യ അവർ 8-ാം തീയതി നിങ്ങൾക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റി തന്നായിരുന്നു ടിക്കറ്റ്? 9-ാം തീയതി ഇതേപോലെ രാവിലെ 5 മണിയപ്പോൾ ഞാൻ അവിടെ ചെന്നു. 8:30ക്കുള്ള ഫ്ലൈറ്റ്. അന്ന് ചെല്ലുമ്പോഴും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അന്നും ക്യാൻസൽ ചെയ്തത്. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഞങ്ങളെ കൂടെ ഒരു ഷാർജയിൽ പോകുന്നവരുണ്ടായിരുന്നു. അവർ രാത്രി പോവുകയും ചെയ്തു. അവർക്ക് പോകാൻ കഴിയും. അപ്പൊ നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, നമുക്ക് രാവിലെ ഇപ്പോൾ പോകാൻ പറ്റും, വേറെ പ്രശ്നമൊന്നും ഇല്ല. കാരണം പിറ്റേ ദിവസം ക്യാൻസൽ ആവുന്ന ഒരു മുന്നറിയിപ്പും തരാതെ അവർ പെട്ടെന്ന് ക്യാൻസൽ ചെയ്തു. അവിടെ എയർപോർട്ടിൽ എയർ ഇന്ത്യയിലെ ഒരു മാനേജ്മെന്റായിട്ട് സംസാരിച്ചു, ഒരു എമർജൻസി കേസാണ് എല്ലാം പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ താഴ്ന്നാ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു. 8-ാം തീയതി തന്നെ അങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9-ാം തീയതി എങ്ങനെ ഇവർ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്ന അറിഞ്ഞിരുന്നെങ്കിൽ, നേരത്തെ നമ്മൾ അറിയിച്ചിരുന്നെങ്കിൽ വേറെ ഫ്ലൈറ്റ് രാത്രി എങ്ങാണ്ട് ബുക്ക് ചെയ്യായിരുന്നു. അതും അവർ പറഞ്ഞില്ല. ആ പൈസ റീഫണ്ട് തന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫ്ലൈറ്റ് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ഹസ്ബൻഡിന്റെ അടുത്ത് എത്തിച്ചേരാൻ പറ്റുമായിരുന്നു. അപ്പം അന്ന് രാവിലെ എത്തിയപ്പോഴേ അറിഞ്ഞത്. 6:30 മണി വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു, എന്തെങ്കിലും വേറെ ഏതെങ്കിലും എയർലൈനിൽ ഫ്ലൈറ്റ് കിട്ടുമോ, കണക്ഷൻ ഫ്ലൈറ്റിൽ പോകാൻ പറ്റുമോ. 5 തൊട്ട് 6:30 മണി വരെ അവിടെ ഇരുന്നു. പിന്നെ മനസ്സിലായി ഇരുന്നിട്ട് കാര്യമില്ല, ഒന്നും നടക്കത്തില്ല. കാരണം അവരെന്ന് പറയുന്നത് എല്ലാ ഫ്ലൈറ്റ് ടിക്കറ്റും ഫുള്ളാണ്, അടുത്ത 3 ദിവസത്തേക്ക് ഇങ്ങനെ തന്നെയാണ്, ഒരിടത്ത് ഫ്ലൈറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇതിന്റെ ഇടയിൽ വെച്ച് കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഹോസ്പിറ്റലിൽ കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഹോസ്പിറ്റലിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു?
അപ്പം പറഞ്ഞു ആളിപ്പം ബ്ലോക്ക് മാറ്റി, ഇപ്പോൾ കുഴപ്പമില്ല, സ്റ്റേബിളാണെന്നാണ് പറഞ്ഞിരുന്നു. ഒബ്സർവേഷനിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൾ സ്റ്റേബിളാണ്, ഡിസ്ചാർജ് ചെയ്യാൻ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു, വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇതിലിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വേറെ ഇപ്പം പുറം രാജ്യത്താണ്, നമ്മളാരും ഇല്ല, ഹസ്ബൻഡ് അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, വേറെ എന്തെങ്കിലും ദുരൂഹതയോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിച്ചില്ല. കാരണം ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത്. ഞങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് സമ്മറിയൊക്കെ ഇവിടെ ഒരു ഡോക്ടറെ അടുത്തൊക്കെ കാണിച്ചായിരുന്നു. അപ്പം പറഞ്ഞ് നല്ല ട്രീറ്റ്മെൻറ്റ്, നല്ല സ്റ്റെൻറ്റൊക്കെ ഏൽപ്പിച്ചുള്ളൂ, അങ്ങനെ ട്രീറ്റ്മെൻറ്റിൽ വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി ഇതുപോലെ നേരെ ഫ്ലാറ്റിൽ പോയിട്ട് അവിടെ റൂമിൽ ഫ്രണ്ട്സോ അങ്ങനെ ആരും ഇല്ലായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു? ഒറ്റയ്ക്കായിരുന്നു. ഒരാൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രം അവിടെ ചെല്ലുമായിരുന്നു, രാവിലെ ഉച്ചയ്ക്ക്, അങ്ങനെയായിരുന്നു. അപ്പോൾ ആരും ഇല്ലായിരുന്നു. അപ്പം സ്വന്തം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യുകയും ഒരു ഹെൽപ്പിന് ആരും ഇല്ലായിരുന്നു. എന്നായിരുന്നു ഇത് നടക്കുന്നത്? മരണം സംഭവിക്കുന്നത് 13-ാം തീയതി രാവിലെയാണ്. പക്ഷെ ഞങ്ങൾ അറിഞ്ഞപ്പോഴത്തേനും ഇവിടെ 4 മണിയായി. ഞങ്ങൾ അറിഞ്ഞപ്പോൾ 4:30. ഈ 8-ാം തീയതി നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ 13-ാം തീയതി ആയിട്ട് പോലും പോകാൻ പറ്റിയില്ല. അപ്പൊ അത് ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എയർ ഇന്ത്യ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഇല്ല, കോണ്ടാക്ട് ചെയ്തില്ല. അല്ല, ടിക്കറ്റ് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം നോക്കി. ഇപ്പൊ അവര് തന്നെ പറഞ്ഞു ഇങ്ങനെ സമരമാണ്, ഇനി 17-ാം തീയതി ആകുമ്പോഴേ ചിലപ്പോൾ ഇനി ഓപ്പൺ ആവത്തുള്ളൂ, അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഒരുപാട് പേരുണ്ട്, ഇവരുമായിട്ടൊക്കെ സംസാരിച്ചായിരുന്നു ഈ കാര്യത്തെ കുറിച്ച്? അതെ, സംസാരിച്ചു. എല്ലാവരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി സാറിനെ പോയി നേരിട്ട് കണ്ട് പരാതി നൽകിയിരുന്നു. അദ്ദേഹം വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ശിവൻകുട്ടി സാറൊക്കെ വീട്ടിലാണ്. ശിവൻകുട്ടി സാറിനൊക്കെ ഹെൽപ്പ് ചെയ്തത് മുഖ്യമന്ത്രിയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ പ്രതിപക്ഷ നേതാവിനെ പോയി കണ്ടു. അദ്ദേഹം കത്ത് നേരിട്ട് എയർ ഇന്ത്യക്ക് വ്യോമയാന മന്ത്രിക്ക് അയച്ചായിരുന്നു. അതിൻ്റെ ഒരു കോപ്പി നമുക്ക് അയച്ചു തന്നു, അന്ന് തന്നെ അയച്ചായിരുന്നു. പിന്നെ അതുപോലെ ഗവർണറെ പോയി കണ്ടായിരുന്നു. അദ്ദേഹം അതെന്തായാലും എത്തിക്കും, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു ഈ കാര്യം. പിന്നെ 4-ാം തീയതി 5-ാം തീയതി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം. പിന്നെ അത് വി രാജേഷ് സാറൊക്കെ വന്നിരുന്നു. പിന്നെ മുരളീധരൻ സാറായാലും ഫോൺ വഴി ബന്ധപ്പെട്ടായിരുന്നു. ഈ മന്ത്രിമാരും അതുപോലെ ഈ കണ്ട ആൾക്കാരിൽ വാക്കാൽ പറഞ്ഞതല്ലാതെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ, അതായത് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സാറ്റിസ്ഫൈഡ് ആവുന്നൊരു? ഞങ്ങൾ മെയിൽ അയച്ചായിരുന്നു. ഇങ്ങനെ ആർക്കാണ്? എയർ ഇന്ത്യക്ക് മെയിൽ അയച്ചായിരുന്നു. എയർ ഇന്ത്യ നമ്മൾ കോണ്ടാക്ട് ചെയ്തു. നമ്മൾ 16-ാം തീയതി കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്കൊരു മെയിൽ അയക്കണമെന്ന് പറഞ്ഞു. മെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, മെയിൽ അയക്കണം. അങ്ങനെ മെയിൽ അയച്ചപ്പോഴത്തേനും ഒരു 5 ദിവസം കഴിഞ്ഞ് റിപ്ലൈ തന്നായിരുന്നു. എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് സമയം വേണം, നിങ്ങളെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ എന്താണ് എയർ ഇന്ത്യയുടെ? എയർ ഇന്ത്യക്ക് ഇവിടെ ഞങ്ങളൊരു മെയിൽ അയച്ചു. അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 16-ാം തീയതി. ചേട്ടൻ അവിടെ കൊണ്ടുവച്ച് ബോഡി കൊണ്ടുവച്ച് സമരം നടത്തിയതിനു ശേഷം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഇതുപോലെ പറഞ്ഞായിരുന്നു എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ മെയിൽ അയച്ചായിരുന്നു. മെയിലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെയിൽ അയച്ചു. പിന്നെ 5 ദിവസം കഴിഞ്ഞ് എനിക്ക് റിപ്ലൈ തന്നിരുന്നു. അതിന് റിപ്ലൈ പറഞ്ഞിരുന്നത് അവർക്ക് കുറച്ച് ടൈം വേണം, സാവകാശം കൊടുക്കണം, അവർ നിങ്ങളെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ട്, കുറച്ച് ഞങ്ങൾക്ക് ടൈം തരാം, നിങ്ങൾ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഒരു ആശ്രയ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു ആശ്രയ പുള്ളിയുടെ ഒരു വേർപാട് അത് നല്ല രീതിയിൽ ബാധിച്ചോ? ഇനി എങ്ങനെയായിരിക്കും ജീവിതം? ആ ഒരു ജോലി ചെയ്യുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാനൊരു സ്റ്റുഡൻ്റാണ്. ഞാൻ BSc നഴ്സിംഗ് 2nd ഇയർ പഠിക്കുകയാണ്. അപ്പം ഈ വീട് ഒരു 2 ഹൗസാണ്, വാടക വീടാണ്. അതുപോലെ മക്കൾ 2 പേരും സ്കൂളിൽ പോകുന്നു. 3 വയസ്സും 5 വയസ്സും പ്രായമുള്ള 2 മക്കളാണ്. അപ്പം ഇത് ഈ ചിലവുകളും കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ ആ ഒരാളെ പെട്ടെന്ന് പോകുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എല്ലാ കാര്യവും ചേട്ടനെ നോക്കിക്കൊണ്ടുവന്നത്. എന്നെ പഠിപ്പിക്കുന്നതായത് പോലും അങ്ങനെയാണ്. ഞാൻ വേറെ ലോണൊന്നും എടുത്തല്ല പഠിക്കുന്നത്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടിട്ട് ഇപ്പം തന്നെ സ്കൂളിൽ കുട്ടികൾക്ക് ചേർക്കാൻ തന്നെ സാധനങ്ങളൊന്നും മേടിക്കും. ഇനി വേണം ഇനി പോയി എല്ലാം മേടിക്കാനും. അപ്പം ഇനി എന്താന്ന് വെച്ചാൽ വീട്ടിലെ എല്ലാ വരുമാനം ഒരാളാണ് നോക്കിക്കൊണ്ടുവന്നത്. അപ്പം അത് പോയപ്പം എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ല. ഇപ്പം പെട്ടെന്നുണ്ടായൊരിതല്ലേ. സത്യം പറഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. ഇപ്പം അന്ന് ഞാൻ ഒരു പക്ഷെ അവിടെ പോയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഞാനന്ന് ഞങ്ങളും കാശ് കൊടുത്ത് ആ ടിക്കറ്റ് എടുത്ത് പോയത്. അപ്പം അത് കറക്റ്റ് റീഫണ്ടും തന്നില്ല, അല്ലെങ്കിൽ അവരെന്നെ ഒന്ന് മാറ്റി വല്ലതും ടിക്കറ്റ് തന്നിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയി ഇപ്പം ഭർത്താവ് രക്ഷപ്പെടുമായിരുന്നു. അപ്പം അതിൻ്റെ നല്ല റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പം തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കറിയാം, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരാൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോയുള്ള അവസ്ഥ ഒരാൾക്ക് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം എങ്ങനെയൊക്കെയാണ് തട്ടിമുട്ടിയൊക്കെയാണ് പോകുന്നത്.
അപ്പോൾ ഇതുപോലെ തന്നെ 1-2 ചാനൽ ചർച്ചകളിലും അതുപോലെ ഒരുപാട് കമൻസ് പല ആൾക്കാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹസ്ബൻഡ് രക്ഷപ്പെടുമായിരുന്നോ, അങ്ങനെയൊക്കെ നിങ്ങൾ വെറുതെ ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻസൊക്കെ നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പം എൻ്റെ ഭർത്താവ് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നല്ല, ഇപ്പം എൻ്റെ ആവശ്യം എൻ്റെ ഭർത്താവിനൊരു കെയർ കൊടുക്കണമെന്നായിരുന്നു. ഏതൊരു വ്യക്തിയായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞ് അവിടെ കിടക്കുമ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ കിടക്കും. നമ്മൾ നാട്ടിലായാലും അങ്ങനെയല്ല, ഒറ്റയ്ക്ക് നമ്മൾ കിടത്തും. കൂടെ എൻ്റെ ഭർത്താവ് ഏറ്റവും ആഗ്രഹിച്ച ഭാര്യയെ ഞാൻ അവിടെ നിൽക്കണമെന്നായിരുന്നു, അവിടെ എത്തണമെന്നായിരുന്നു. അതുകൊണ്ട് പിറ്റേ ദിവസം എങ്ങനെയെങ്കിലും ഞാൻ ഫ്ലൈറ്റ് പിടിച്ച് അവിടെ പോകാൻ വേണ്ടി റെഡിയായത്. അവിടെ ചെന്ന് സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയപ്പം ഒറ്റയ്ക്കായിരുന്നു. 1 ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ പോലും ഒരു മനുഷ്യരില്ലായിരുന്നു. കറക്റ്റ് ഒരു മരുന്ന് എടുത്ത് കൊടുക്കാനും ഒന്നിനൊരു മനുഷ്യരില്ല. ഞാനൊരു നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്, 2nd ഇയർ പഠിക്കുന്നത്. അപ്പം എനിക്ക് അത്യാവശ്യം എങ്ങനെയൊക്കെ ഒരാൾക്ക് എങ്ങനെ ഒരു കെയർ കൊടുക്കണമെന്നൊക്കെ എനിക്കൊരു ഇതറിയാം. ഇപ്പം ഞാനല്ലെങ്കിൽ പോലും ഏതൊരു വ്യക്തിയും ഒരു മാനസികമായും അല്ലെങ്കിൽ ഒരു ശാരീരികമായും ഒരു കെയർ ആരായാലും ആവശ്യപ്പെടും. അപ്പം അത് അവിടെ കൊടുക്കാൻ പറ്റിയില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളം പോലും കൈകൊണ്ട് പൊക്കാൻ പാടില്ല എന്നാണ്. ഫുൾ ബെഡ് റെസ്റ്റ് കിടക്കണം. അതിന് പോലും സത്യം പറഞ്ഞാൽ പറ്റിയില്ല. സ്വന്തമായിട്ട് ഇപ്പോൾ ഫുഡ് എടുത്ത് കഴിക്കുകയും വെള്ളം എടുത്ത് കുടിക്കുകയും ഒരു ചായ ഇട്ട് കൊടുക്കാൻ പോലും ഒരു മനുഷ്യർ അവിടെ ഇല്ല. ഈ സർജറി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സൂക്ഷിക്കണം. ഇപ്പം നടക്കുന്നതിനായാലും ഇരിക്കുന്നതിനായാലും ഇപ്പം ബാത്റൂമിൽ പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ആഹാരം കറക്റ്റ് സമയത്തിന് അവർ പറയുന്നൊരു ഫുഡുണ്ട്, ആ കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചെന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാമായിരുന്നു അല്ലേ? തീർച്ചയായും. ഞാനിവിടെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ പൊടിയരി കഞ്ഞി വെച്ച് കൊടുക്കാൻ അരി മേടിച്ചിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് നമുക്ക് കറക്റ്റ് സമയത്തിന് ആഹാരം, നല്ല രീതിയിലെ വിശ്രമം, വീട്ടിലുണ്ടാക്കിയ ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ. ഇത് സത്യം പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുകയും നോക്കാൻ പോലും ആരും ഇല്ലാത്ത ആ ഒരു അവസ്ഥയായിരുന്നു. മരിച്ചിട്ട് പോലും ആരും അറിഞ്ഞില്ല. രാവിലെ 5 തൊട്ട് 6 മണിക്ക് ഇടയ്ക്കാണ് മരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ അറിയുന്നത് വൈകുന്നേരമാണ്. സത്യം പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത രീതിയിലാണ്. പക്ഷെ ഒരുപക്ഷെ നിങ്ങൾ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ വീണ്ടും വൈകാതെ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച് രക്ഷപ്പെടുത്താമായിരുന്നു. തീർച്ചയായും. പക്ഷെ അത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ പറ്റുള്ളായിരുന്നല്ലേ? തീർച്ചയായും. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ മരണം തന്നെ ഒഴിവാകുമായിരുന്നു. ഒരാളെ ജീവിതമാണ് ഇപ്പൊ പോയത്. ഞാനവിടെ ഉണ്ടെങ്കിൽ കറക്റ്റ് ഒരു കെയർ കൊടുക്കാൻ പറ്റിയ ആഹാരം, മരുന്ന്, അതൊക്കെ കറക്റ്റ് രീതി സമയത്ത് അന്ന് നെഞ്ചുവേദന വന്നപ്പോൾ പോലും ഒന്ന് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അവിടെ ഈ കൂടെ വർക്ക് ചെയ്യുന്ന അങ്ങനെ ആരെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എല്ലാവരും നമ്മളെ പോലെ കാശിന് വേണ്ടി അവിടെ പോയി കിടക്കുന്നവരാണ്. അപ്പം അവര് ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ചു നേരമൊക്കെ വിളിച്ച് അന്വേഷിക്കണം. പക്ഷെ ലീവ് എടുത്ത് അവർക്കൊരു ബുദ്ധിമുട്ട്. ലീവ് എടുത്ത് എപ്പോഴും നമ്മൾ കൂടെ നിൽക്കാൻ പറ്റുമോ? എല്ലാ പ്രവാസികളുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ് അവിടെ ചെന്ന അവസ്ഥ. അപ്പം നമ്മളൊന്ന് പോയി നോക്കാനും കൂടെ നിന്ന് എന്തെങ്കിലും വെച്ച് കൊടുക്കാനാണ് ഞാൻ ഇവിടെ പോകാൻ വേണ്ടി നിന്നത്. ഇപ്പം എന്തായി ഇപ്പോൾ സത്യം ഇതിന് കാരണം എയർ ഇന്ത്യ നല്ലത് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ മര്യാദയ്ക്ക് ഞാൻ പോയേനെ. എന്നിട്ട് നമ്മൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരെ എയർലൈൻസ് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് വേറെ അടുത്ത ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് അത് അവർ തന്നില്ല. എന്നിട്ട് റീഫണ്ട് ക്യാഷും തന്നില്ല. എല്ലാവരും കയ്യിൽ പൈസ വെച്ചിട്ടില്ല. അന്ന് തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തത് എൻ്റെ അനിയത്തിയുടെ ഒരു സുഹൃത്ത്, അവർ ട്രാവൽസ് വെച്ചിട്ടുണ്ട്, അവരാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തന്നത്. കാശ് പോലും കൊടുത്തില്ല. കാശ് ശരി പിന്നെ തന്നാൽ മതി, അങ്ങനെ കടം മേടിച്ചാൽ ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് എടുത്ത് അവിടെ ചെന്നപ്പോൾ അവർ ക്യാൻസലായി. ശരി, ആ റീഫണ്ട് ക്യാഷ് അപ്പം തന്നിരുന്നെങ്കിൽ ഞാൻ അടുത്ത ഫ്ലൈറ്റ് എങ്കിലും ബുക്ക് ചെയ്തെങ്കിൽ എങ്ങനെയെങ്കിലും പോയേനെ. അമ്മയില്ലെങ്കിൽ ഞാനൊരാളെങ്കിലും പോയേനെ. പക്ഷെ അതിനും പറ്റിയില്ല. അവിടെ പിന്നെ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി പിന്നെ ആരാ പറയേണ്ടത്? സമാധാനം എയർ ഇന്ത്യ അല്ല, പിന്നെ ആരാ പറയുന്നത്? അതേ സമയത്ത് വേറെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഒമാൻ എയർ ഉണ്ടായിരുന്നു. സംസാരിച്ചു. അന്ന് 8:30 മണിക്കാ ഫ്ലൈറ്റ്, 8:45 ഒമാൻ എയർ. ഞാൻ 5 മണി തൊട്ട് സംസാരിച്ചു. എനിക്ക് ഒമാൻ എയറിലെങ്കിലും എങ്ങനെ എനിക്കൊരാൾക്കെങ്കിലും നിങ്ങൾ ടിക്കറ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം. എക്സ്ട്രാ കാശാണെങ്കിൽ ഞാൻ ഇടാം. ഇതെന്നെ വേറെ കയ്യിൽ സത്യം പറഞ്ഞ കാശില്ലാത്തതുകൊണ്ടാണ്. ഇതെന്നെ കടം മേടിച്ചെടുത്തു കാശാണ്. അപ്പം അത് അവർ പറഞ്ഞു അതൊന്നും നടക്കത്തില്ല, ഞങ്ങൾക്ക് വേറെ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, റീഫണ്ട് തരാൻ പറ്റത്തില്ല, ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. അവിടുത്തെ മാനേജറോട് സംസാരിച്ചപ്പോൾ അയാൾ സംസാരിക്കാൻ പോലും ഒന്നും കൂട്ടാക്കില്ല. പിന്നെ ഞാൻ ക്യാബിൻ്റെ അകത്ത് പോയി സംസാരിച്ചപ്പോൾ അവർ വാതിലടച്ചു. പിന്നെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ച് അടയ്ക്കാതിരിക്കാൻ. ഫ്ലൈറ്റിൻ്റെ തകരാറ്, എൻജിൻ തകരാറോ അത് പൈലറ്റിൻ്റെ ഞാൻ ചോദിച്ചാൽ പൈലറ്റിൻ്റെ സമരമോ അല്ലെങ്കിൽ എൻജിൻ തകരാറോ അങ്ങനെ. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ കാലാവസ്ഥ മൂലമായിരിക്കും ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ക്യാൻസൽ ആകും. പക്ഷെ അതൊന്നും അല്ല. ക്യാബിൻ ക്രൂകാർ സമരം നടത്തി. അവരായിട്ടൊന്ന് സംസാരിച്ച് ഇതിൽ വന്നിട്ട് എത്ര പാസഞ്ചേഴ്സാണ് പോകാൻ പറ്റിയത്. ഇതുപോലെ ഒത്തിരി പ്രശ്നമുള്ള ആൾക്കാരാ, എത്ര പേര് ജോലി പോയി. അപ്പം ഞങ്ങളൊന്ന് അവരായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് നമ്മളൊന്ന് കയറ്റി വിട്ടിരുന്നെങ്കിൽ ഇപ്പം രക്ഷപ്പെടുമായിരുന്നു. ഇപ്പം ഒരു കുടുംബം തകർന്നില്ലേ? ഇനി പുറത്തോട്ടെല്ലാം പോകുന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യ ആശ്രയിക്കും. ഒരിക്കലും ഇല്ല. എന്ത് വന്നാലും ഇനി എയർ ഇന്ത്യയിലില്ല.
ഓക്കെ.